ദേ ഇങ്ങനെ ഇരിക്കുന്ന സാരിയുടെ ചായ മാറ്റി ഇങ്ങനെ ആക്കിയാലോ? ഇത് നല്ല പ്യുവർ കോട്ടണിൽ വരുന്ന ഒരു സാരിയായിരുന്നേ. അപ്പോൾ ഇതിനൊരു ട്രാൻസ്ഫോർമേഷൻ കൊടുക്കണമെന്ന് കുറേ ആയി കരുതുന്നു. അപ്പോൾ തുടങ്ങാം. ആദ്യം കുറച്ച് വെള്ളം ഞാൻ തിളപ്പിക്കാനായിട്ട് വെച്ചു. പിന്നീട് സാരിയെ ഇതുപോലെ അറേഞ്ച് ചെയ്ത് റബ്ബർ ബാൻഡ് ഇട്ട് സെക്യൂർ ആക്കി. ഡൈ ചെയ്യുമ്പോൾ ലെവലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്തേ. ഉപയോഗിക്കാതെ വെച്ചേക്കുന്ന സാരീസൊക്കെ ഉണ്ടാകുമല്ലോ, അപ്പോൾ അതിന് നമുക്ക് ഈസി ആയിട്ടൊരു പുതിയ ലുക്ക് കൊടുക്കാം. ഞാൻ ഈ ബ്രാൻഡിൻ്റെ 2 പാക്കറ്റ് ബ്ലാക്ക് ഷെയ്ഡാണ് വാങ്ങിയത് ഫോർ 69 റുപ്പീസ്. അതിലൊരു പാക്കറ്റ് കളർ പൗഡർ ഈ ചൂടുവെള്ളത്തിൽ ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പ് ഇട്ടു. സാരിയുടെ ഹാഫ് പോർഷനിൽ അതിൽ ഡിപ്പ് ചെയ്തു. അതിൽ കാണുന്ന പോലെ ഒരു സ്റ്റിക്ക് വെച്ചൊന്ന് സെറ്റാക്കി കൊടുത്തു. ഇതാണ് ഡൈ ഫിക്സ്. ഇത് നോർമൽ വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ കളർ ചെയ്ത് വെച്ച മെറ്റീരിയൽ വീണ്ടും ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയാണ് എനിക്കൊരു തെറ്റ് പറ്റിയത്. ഡൈ ചെയ്ത മെറ്റീരിയലിനെ ഒന്ന് ഉണക്കിയിട്ട് മാത്രമേ ഇതിൽ ഡിപ്പ് ചെയ്യാൻ പാടുള്ളൂ. ഞാൻ അപ്പോൾ തന്നെ എൻ്റെ പണി തീർത്തു. അതുകൊണ്ട് എന്താ, കളർ മുഴുവൻ ആ വെള്ളത്തിൽ പോയി. ബ്ലാക്ക് കളർ ഡൈ ചെയ്തപ്പോൾ ഇങ്ങനെയൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് കിട്ടിയത് അതുകൊണ്ടാണ്. ഈ കളർ വാഷ് ചെയ്യുമ്പോഴൊന്നും പോകുന്നതല്ല കേട്ടോ, അതിനാണ് നമ്മൾ ഡൈ ഫിക്സിൽ മുക്കിയത്. ഫൈനൽ ഔട്ട്പുട്ട് ഇഷ്ടമായ പറയണേ. ഇതുപോലുള്ള ട്രാൻസ്ഫോർമേഷൻ വീഡിയോസും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഔട്ട്ഫിറ്റ് ഐഡിയാസുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.